അവസാനം ട്രംപിസത്തിന് സെലൻസ്കി കീഴടങ്ങുന്നു. സെലൻസ്കിയെ അടിമയാക്കാൻ ട്രംപ് തീരുമാനിക്കുന്നു. റഷ്യയുമായിട്ടുള്ള സമാധാന ഉടമ്പടിക്ക് US മുന്നോട്ട് വെച്ച 28 പദ്ധതി ഈ വരുന്ന വ്യാഴാഴ്ചയ്ക്കുള്ളിൽ അംഗീകരിക്കുവാൻ ഉക്രൈൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കിക്ക് കനത്ത സമ്മർദ്ദം കൊടുക്കുകയാണ് ട്രംപ്. ഉക്രൈനെ ഒറ്റുകൊടുക്കില്ല എന്ന സെലൻസ്കി പ്രതിജ്ഞയെടുത്തെങ്കിലും രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ ഒരു പ്രധാന പങ്കാളിയെ നഷ്ടപ്പെടുകയോ ദേശീയ അന്തസ്സ് കളയുകയോ ചെയ്യേണ്ടി വരുന്ന തിരഞ്ഞെടുപ്പിന്റെ വക്കിലാണ് രാജ്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കുവാനും സൈന്യത്തെ പകുതിയായി കുറയ്ക്കുവാനും 100 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തുവാനും നിർബന്ധിക്കുന്ന വിവാദപരമായിട്ടുള്ള ഈ പദ്ധതിയെ കീഴടങ്ങൽ അല്ലാതെ എന്താണ് പറയേണ്ടത്? ഇത് തങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നു എന്നാണ് ഉക്രൈനിലെ ഉദ്യോഗസ്ഥരടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രഹസ്യമായി അഭിപ്രായപ്പെടുന്നത് എന്നുള്ളതാണ്. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 28 സമാധാന പദ്ധതി ഉക്രൈൻ അംഗീകരിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു വലിയ ചോദ്യം. സമാധാന പാക്കേജിന്റെ കരട് ലഭിച്ച ശേഷം ആത്മാർത്ഥമായിട്ട് സഹകരിക്കുമെന്നാണ് സെലൻസ്കി അറിയിക്കുകയും ചെയ്തത്. റഷ്യയ്ക്കും ഉക്രൈനും ഒരുപോലെ പ്രയോജനമുള്ള പാക്കേജാണ് ഇത് എന്ന് വൈറ്റ് ഹൗസിന്റെ വിശദീകരണവും വരുന്നുണ്ട്. എന്നാൽ നാറ്റോ അംഗത്വത്തിനൊപ്പം സൈന്യത്തിന്റെ വലുപ്പത്തിലും കിഴക്കൻ യുക്രൈനിലെ ചില പ്രദേശങ്ങളുടെ നിയന്ത്രണത്തിലും അടക്കം ഉക്രൈന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്നതാണ് വലിയ പോരായ്മ. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾക്കായിട്ട് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം ഉക്രൈനിലെത്തുകയും അമേരിക്കൻ സൈനിക സെക്രട്ടറി ഡാൻ ഡിസ്ക്ലോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കാര്യങ്ങൾ പഠിച്ച ശേഷം ഒരു 28 പാക്കേജ് തയ്യാറാക്കുന്നു. സെലൻസ്കിയുമായിട്ട് ഡാൻ ഡിസ്ക്ലോൾ നടത്തിയിരുന്ന ചർച്ച, ആ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു സമാധാന പാക്കേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ചർച്ച നടക്കുന്നതും സെലൻസ്കിയുമായിട്ട് കൂടി ചേരുന്നതുമൊക്കെ. അതിനുശേഷം ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതുമായിട്ട് സത്യം പറഞ്ഞാൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധമെന്ന് പറയപ്പെടുന്നത് 3 വർഷങ്ങൾക്കിപ്പുറവും തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള യുദ്ധം കുടിയേറ്റങ്ങൾക്കും ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനും കാരണമാകുകയും ചെയ്തു. വ്ളാഡിമിർ പുടിന്റെ കടുത്ത ആവശ്യങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായിട്ടും കീഴടങ്ങുവാൻ ഉക്രൈനെ നിർബന്ധിക്കുന്നതാണ് ട്രംപിന്റെ സമാധാന പദ്ധതി എന്നതുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ പ്രസിഡന്റ് എന്ത് പറയുന്നുവോ അത് അതേപടി നടപ്പിലാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ട്രംപും തന്റെ പദ്ധതികൾ, സമാധാന പദ്ധതി എന്ന് പറയപ്പെടുന്ന പദ്ധതികളുമായി മുമ്പിലെത്തുന്നത്. നമ്മളറിയാം, ഗാസ യുദ്ധത്തിലെ വെടിനിർത്തൽ മാതൃകയിൽ തയ്യാറാക്കിയ 20 പദ്ധതി. ഈ US പദ്ധതി പ്രകാരം യുക്രൈൻ തങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കുകയും സൈന്യത്തിന്റെ എണ്ണം പകുതിയായി കുറയ്ക്കുകയും 100 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യേണ്ടി വരും. അതാണ് ഈ സമാധാന കരാർ ഉടമ്പടിയിൽ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഗാസയിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസും ഇസ്രായേലും തമ്മിൽ നടത്തിയ ആ സമാധാന കരാർ എല്ലാവർക്കും ഓർമ്മ കാണും. അന്ന് തന്നെ ഈ ഹമാസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ ഇസ്രായേൽ സ്വീകരിക്കുന്ന ഈ നിലപാട് നാളെ ഒരു സുപ്രഭാതത്തിൽ മാറിപ്പോകും, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. ഹമാസും ഇസ്രായേലും യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് അന്ന് തന്നെ പല വീഡിയോകളിലും ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഹമാസ് യുദ്ധം നിർത്തിയിട്ടില്ല, ഇസ്രായേലും യുദ്ധം നിർത്തിയിട്ടില്ല. ഗാസയിൽ വെടിവെപ്പ് തുടരുകയാണ്. ഇന്നും 1-2 പേരടങ്ങുന്നവർ മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ 20 സമാധാന കരാറുകളൊക്കെ പാളിപ്പോയി എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. അതുപോലെ മറ്റൊരു 28 കരാറുമായിട്ടാണ് യുക്രൈനിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെയാണ് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ സമ്മർദ്ദം ഇപ്പോൾ യുക്രൈൻ US നിന്ന് നേരിടുന്നത് എന്നുള്ളതാണ്. ഇന്റലിജൻസ് വിവരങ്ങളും ആയുധങ്ങളും നൽകുന്നത് നിർത്തലാക്കുമെന്ന ഭീഷണികൾ അടക്കം ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം നിലനിൽക്കുമ്പോഴും ഏത് വിധേനയും ഈ യുദ്ധം അവസാനിപ്പിച്ചു കളയാം എന്നൊരു തോന്നലിലേക്ക് ഒരു വലിയേട്ടൻ മനോഭാവത്തോടു കൂടി അമേരിക്ക എത്തുന്നു, ട്രംപ് എത്തുന്നു. ട്രംപ് മുൻപ് ഈ വ്ളാഡിമിർ സെലൻസ്കിക്ക്, അതായത് യുക്രൈന്റെ പ്രധാനമന്ത്രിക്ക് ആയുധങ്ങൾ കൈമാറുകയും ഒപ്പം തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും സൈനിക സഹായങ്ങൾ നൽകുകയൊക്കെ ചെയ്ത് യുദ്ധത്തിന് കൊഴുപ്പ് കൂട്ടിയിരുന്ന ആളായിരുന്നു ട്രംപ്. പക്ഷെ ഈ അടുത്ത കാലത്ത് ചില മനംമാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ അതല്ല, പകരം ഉക്രൈന്റെ നേതാവിനെ അല്ലെങ്കിൽ സെലൻസ്കിയെ തന്റെ അടിമയാക്കുക, രാഷ്ട്രീയ അടിമയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ട്രംപിന്റെ ഈ ഒരു 28
സമാധാന പാക്കേജ് എന്ന് പറയുന്നത്. അതേസമയം റഷ്യയെ നുള്ളി നോവിക്കാനും പാടില്ല, എന്നാൽ ഉക്രൈനെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കുക എന്നൊരു ലക്ഷ്യം വളരെ കൃത്യമായി നടപ്പിലാക്കുവാനുള്ള ഒരു തന്ത്രശാലിയായ വ്യവസായിയുടെ ബുദ്ധിയാണ് ഇവിടെ ട്രംപ് കാണിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഭീഷണികൾ എന്ന് പറയുന്ന ആയുധങ്ങൾ നൽകില്ല എന്നുള്ളത്, അത് നിർത്തലാക്കാൻ പോകുന്നത്, സൈനിക സഹായങ്ങൾ നിർത്തലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് പറഞ്ഞത് ഒരു സമയപരിധി വെക്കുന്നു. അടുത്ത വ്യാഴാഴ്ചയോടുകൂടി അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഈ കരാറിന്റെ ചട്ടക്കൂടിൽ ഉക്രൈൻ ഒപ്പിടണമെന്നാണ് യുഎസിന്റെ ആവശ്യം. ഈ ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്, ട്രംപ് പിന്തുണയ്ക്കുന്ന ഈ കരട് നിർദ്ദേശങ്ങൾ പ്രധാനമായും റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭൂമി കൈമാറ്റം ഒന്നാമതായിട്ട്, അതായത് നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ റഷ്യക്ക് നിലനിർത്താം. ഉക്രൈന്റെ നിയന്ത്രണത്തിലുള്ള കൂടുതൽ പ്രദേശങ്ങൾ റഷ്യക്ക് ലഭിക്കേണ്ടതുണ്ട്. കിഴക്കൻ ഡോണറ്റ്സ്കം, മാത്രമല്ല ലുഗാൻസ്ക് എന്ന് പറയുന്ന, ക്രിമിയ എന്ന് പറയപ്പെടുന്ന എന്നിവയൊക്കെ വാസ്തവത്തിൽ റഷ്യൻ പ്രദേശം എന്ന് യു എസ് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവയെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇനി മറ്റൊന്ന് സൈനിക പരിധി എന്ന് പറയപ്പെടുന്നത്, യുക്രൈൻ സൈന്യത്തിന്റെ അംഗബലം 9 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷമായി കുറക്കാൻ ഒരു കരാർ ആവശ്യപ്പെടുന്നു. എന്തൊരു വിചിത്രമായിട്ടുള്ള കരാറുകളാണെന്ന് ആലോചിച്ച് നോക്കുക. ഇനി മറ്റൊന്ന് നാറ്റോ അംഗത്വത്തെ കുറിച്ചാണ്. നാറ്റോയിൽ ഒരിക്കലും ചേരില്ലെന്ന് ഉക്രൈൻ തങ്ങളുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കണമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. റഷ്യക്ക് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കണം. മോസ്കോയെ G8 കൂട്ടായ്മയിൽ തിരികെ ക്ഷണിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതുകൂടാതെ യുക്രൈനിൽ 100 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നുകൂടിയുള്ള നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ നിർദ്ദേശങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് യുക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ യുക്രൈനെ വഞ്ചിക്കില്ല. മോസ്കോയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്ന ഈ പദ്ധതിക്ക് ബദൽ മാർഗങ്ങൾ താൻ മുന്നോട്ട് വയ്ക്കുമെന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസമേറിയ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും, നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു പ്രധാന പങ്കാളി എന്ന് മീൻ ചെയ്യുന്നത് US-നെയാണ്, അമേരിക്കയെ. ആ അമേരിക്കയെ നഷ്ടപ്പെടുവാനുള്ള സാധ്യത എന്ന നിർണായക തിരഞ്ഞെടുപ്പാണ് രാജ്യം നേരിടുന്നത് എന്നും സെലൻസ്കി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ജർമ്മനി, ഫ്രാൻസ്, UK എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ യുക്രൈൻ പ്രസിഡന്റുമായിട്ട് ഫോണിൽ സംസാരിച്ച് പിന്തുണ തുടരുമെന്ന് ഉറപ്പു പറയുകയും ചെയ്തിട്ടുണ്ട്. ഉക്രൈന്റെ പരമാധികാരത്തോടുള്ള പ്രതിബദ്ധതയെയും ശക്തമായിട്ടുള്ള സുരക്ഷാ ഉറപ്പുകൾ നൽകുവാനുള്ള സന്നദ്ധതയും സ്വാഗതം ചെയ്യുന്നതായിട്ട് ജർമ്മൻ ചാൻസലറായിട്ട് ഫ്രീഡറിക് മെർസിന്റെ ഓഫീസ് അറിയിക്കുകയും ചെയ്തു. ഉക്രൈന്റെ പരമോന്നത ചർച്ചാവേദിയായിട്ടുള്ള സുരക്ഷാ കൗൺസിൽ മേധാവിയായിട്ടുള്ള റുസ്തം ഉമേറോവും രാജ്യത്തിന്റെ ചുവപ്പ് വരകൾ ലംഘിക്കുന്നത് ഒരു നിർദ്ദേശവും അംഗീകരിക്കുവാൻ കഴിയുന്ന തരത്തിലല്ല എന്നുള്ള വിശാലമായിട്ടുള്ള ഒരു അഭിപ്രായം തുറന്നു പറയുകയും ചെയ്യും. അപ്പോൾ യുക്രൈന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളുമായിട്ടുള്ള ഈ സമാധാന ശ്രമങ്ങളെക്കുറിച്ച് കൂടിയാലോചിച്ചിട്ടില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരടക്കം പറയുമ്പോഴും യുക്രൈന് ദോഷകരമായിട്ടുള്ള ഒരു കരാർ യൂറോപ്പിന്റെ വിശാലമായിട്ടുള്ള സുരക്ഷയ്ക്കും ഭീഷണിയാണ് എന്ന് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ അടക്കം കരുതുന്നത്. അപ്പോൾ മോസ്കോയുടെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഈ കരാറിൽ ഉക്രൈനുമായിട്ടുള്ള സുരക്ഷാ ഗ്യാരണ്ടികളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള പരാമർശമില്ല. കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും US-ഉമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമെന്ന് സെലൻസ്കി ഉറപ്പ് നൽകുമ്പോഴും പക്ഷേ ആ ഉറപ്പ് എത്രത്തോളം പാലിക്കപ്പെടാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഉറപ്പ് നൽകുകയാണെങ്കിൽ സെലൻസ്കി ട്രംപിന്റെ അടിമയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ വരുന്ന ആഴ്ച കൂടുതൽ രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം. സമാധാന പ്രക്രിയ അട്ടിമറിക്കുവാനുള്ള റഷ്യയുടെ ശ്രമങ്ങളെ നേരിടാൻ ജനങ്ങളോട് ഒരുമയോടെ നിൽക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസമേറിയ നിമിഷങ്ങൾ എന്ന് തന്നെയാണ് ഉക്രൈൻ ജനതയും ഇപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വ്യാഴാഴ്ചക്കകം ഈ സമാധാന പദ്ധതിയെക്കുറിച്ച് മറുപടി നൽകണമെന്നുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളോട് പക്ഷേ സെലൻസ്കി പ്രതികരിച്ചിട്ടില്ല. പദ്ധതിയുടെ ചട്ടക്കൂട് അംഗീകരിച്ചില്ലെങ്കിൽ ഉക്രൈനുള്ള പ്രധാന പിന്തുണ വെട്ടിക്കുറയ്ക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. കരാർ അന്തിമമാക്കുന്നതിനുള്ള സമയപരിധി നീട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ വരുമ്പോഴും പക്ഷേ ഈ സമാധാന കരാർ നിലവിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നിലവിലെ സാഹചര്യം ഉക്രൈനെ ഒരു നിർണായക പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് അമേരിക്ക എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് രാജ്യത്തിന്റെ ഭാവിയിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലുമൊക്കെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ തങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കുവാനും സൈന്യത്തെ പകുതിയായിട്ട് കുറയ്ക്കുവാനും 100 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തുവാനും നിർബന്ധിക്കുന്ന വിവാദമായ നിർദ്ദേശങ്ങൾ വയ്ക്കുന്ന ട്രംപിന്റെ ഈ നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പാക്കേജ് എന്ന് പറയപ്പെടുന്നത് റഷ്യക്ക് അനുകൂലമാകുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിനെ അല്ലെങ്കിൽ ഈ പറയുന്ന 28 അംഗ പാക്കേജിനെ അംഗീകരിച്ച് സെലൻസ്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉക്രൈനിലെ ജനത ഈ സെലൻസ്കിയെ തന്നെ
തിരിഞ്ഞുകൊത്തുന്ന ഒരു സമീപനം സ്വീകരിക്കും. ഉക്രൈൻ ജനത ഇപ്പോഴേ അവതാളത്തിലാണ്. അവർ പറയുന്നത് ഇത് കീഴടങ്ങലിനുള്ള നിർദ്ദേശമാണ്. ഈ കീഴടങ്ങലിനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തിൽ ഉക്രൈൻ ഞെട്ടിത്തെറിക്കുകയാണ്, ഉക്രൈൻ ജനത ഞെട്ടിത്തെറിക്കുകയാണ്. നാറ്റോയിലെ അംഗത്വമടക്കം കിട്ടില്ല എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തപ്പെടുന്നു. അപ്പോൾ ട്രംപിസത്തിന് സെലൻസ്കി കീഴടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ സെലൻസ്കിയെ ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഉക്രൈൻ ജനതയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ട്രംപ് പറയുന്നത് എന്തും കേട്ടനുസരിച്ച് മനസ്സിലായി ഒരു അടിമയായി ട്രംപിന്റെ പാതയിലേക്ക് കടന്നു പോകുവാനാണ് സെലൻസ്കി ശ്രമിക്കുന്നത് എങ്കിൽ സെലൻസ്കിയുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതം അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ ഉക്രൈൻ ജനത അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ട്രംപിസത്തിന് സെലൻസ്കി കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അല്ലെങ്കിൽ ട്രംപിന്റെ പിണിയാളായി മാറുകയോ ട്രംപിന്റെ അടിമയായി തീരുകയോ ചെയ്യുന്നത് ഒരിക്കലും ഉക്രൈൻ ജനത അംഗീകരിക്കില്ല. കാരണം റഷ്യയുമായിട്ട് ഇത്തരത്തിൽ വർഷങ്ങളായിട്ട് 3 വർഷമായിട്ട് അവർ പടവെട്ടുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും ആ ജനത സെലൻസ്കിക്കൊപ്പം നിന്നതാണ്, ഉക്രൈൻ ജനത സെലൻസ്കിയോടൊപ്പം നിന്നതാണ്. പക്ഷെ ഇപ്പോൾ റഷ്യക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള 28 ഇന പാക്കേജുകളുമായിട്ട്, സമാധാന പാക്കേജുകളുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എത്തുമ്പോൾ അത് റഷ്യയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റഷ്യയെ സഹായിക്കുന്ന തരത്തിലുള്ള പദ്ധതികളിൽ ഒപ്പിട്ട് ആ പദ്ധതി അംഗീകരിച്ച് മുന്നോട്ട് പോകുവാൻ സെലൻസ്കി തയ്യാറാവുകയാണെങ്കിൽ അത് സെലൻസ്കിയുടെ അവസാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിധി ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച